അപ്പം ഇനി 7 ദിവസമേ ഉള്ളൂ, ഡിസംബർ ലാസ്റ്റ് ആയി. അപ്പം ഇനി നമ്മൾ പുതിയൊരു വർഷത്തിലേക്കൊക്കെ കടക്കുമല്ലേ. അപ്പം അതെല്ലാം പോട്ട് നാളെ നമ്മുടെ ക്രിസ്തുമസാണ്. അപ്പം ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സായിട്ടുള്ള ആൾക്കാർക്ക് ഞാൻ ഒരു ക്രിസ്മസ് ആശംസകൾ പറയാനായിട്ടാണ് ഞാൻ വീഡിയോ ഇന്ന് ഇടുന്നത്. അപ്പോൾ അതൊക്കെ മറ്റേ വീഡിയോയിൽ ഞാൻ എല്ലാം നല്ല സെറ്റായിട്ടൊക്കെ പറഞ്ഞ അത് ഡിലീറ്റ് ആയിപ്പോയി. എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി കേട്ടോ. എന്താ ചെയ്യുക, അത് ഇതിലിപ്പോൾ ഞാൻ അത്രയും പറയുമെന്ന് എനിക്ക് പോലും എന്താ പറയുക, ആകെ കൺഫ്യൂഷനായി. നമ്മളെല്ലാം സെറ്റ് ചെയ്ത് പറഞ്ഞു വെച്ചിട്ട് അത് ഡിലീറ്റ് ആയിപ്പോയത്. അപ്പം എൻ്റെ സബ്സ്ക്രൈബേഴ്സായിട്ടുള്ള എല്ലാ ആൾക്കാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് ആശംസകൾ. അതുപോലെ അല്ലാത്തവർക്കും ഉണ്ട്. എൻ്റെ സബ്സ്ക്രൈബേഴ്സ് മാത്രമല്ലല്ലോ എൻ്റെ വീഡിയോ കാണുന്നത്, അല്ലാത്തവരും കാണും. അല്ലാത്തവരും എന്നെ സപ്പോർട്ട് ചെയ്യണവർ ഒരുപാട് പേരുണ്ട്. അവർക്കെല്ലാം ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് ആശംസകൾ കേട്ടോ. അപ്പം എല്ലാവരും ക്രിസ്തുമസൊക്കെ ആഘോഷിച്ച് സന്തോഷമായിട്ടൊക്കെ ഇരിക്കുക. എനിക്കങ്ങനെ പ്രത്യേകിച്ച് ആഘോഷങ്ങളൊന്നും ഇല്ല കേട്ടോ. ഞാൻ ആഘോഷിച്ചിട്ട് കുറേ നാളുകളായി. ഒരു 2021 മുതൽ ഞാൻ എൻ്റെ ആഘോഷങ്ങളൊന്നും 2020 മുതൽ എനിക്കങ്ങനെ വലിയ ആഘോഷങ്ങളൊന്നുമില്ല. പ്രത്യേകിച്ച് നമ്മുടെ അപ്പനമ്മമാർ, നമ്മുടെ അപ്പനും അമ്മയൊക്കെ നമ്മുടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വലിയ എനിക്ക് ആഘോഷങ്ങളെന്ന് പറയുമ്പോൾ നമുക്ക് അവരൊക്കെയാണ് നമ്മുടെ മനസ്സിലോടി വരുന്നത്. നമ്മൾ ഏത് സ്ഥലത്തിരുന്നാലും ഒരു നല്ല നാൾ വരുമ്പോൾ, ഒരു ക്രിസ്തുമസോ ഓണമോ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ഓടി നമ്മുടെ മാതാപിതാക്കളെ കാണാൻ പോകും, നമ്മൾ അച്ഛനെയും അമ്മയും കാണാൻ പോകും. അല്ലേ എൻ്റെ അപ്പൻ എൻ്റെ ചെറുതിലേ മരിച്ചാണ്. പിന്നെ എൻ്റെ അമ്മ അമ്മയാണ് ആയിരുന്നു. ഞാൻ എൻ്റെ അപ്പനെ കണ്ട ഓർമ്മയില്ല. പക്ഷെ എൻ്റെ അമ്മച്ചി 2019 മരിക്കുന്നത്. അതുവരെ എല്ലാ ആഘോഷങ്ങളും ഞാൻ എൻ്റെ അമ്മയുടെ കൂടെ ആയിരുന്നു. ആ ദിവസം ചെന്നില്ലേലും അതിൻ്റെ പിറ്റേ ദിവസമായാലും നമ്മൾ ചെല്ലും, അമ്മയ്ക്ക് വേണ്ടുന്നതൊക്കെ ചെയ്ത് കൊടുക്കുമായിരുന്നു. അപ്പം ഇപ്പോൾ അമ്മ ഇല്ല. ഇപ്പം അങ്ങനെ പോയി കാണാൻ ആരുമില്ല. പിന്നെ തന്നെയല്ല, അല്ലാത്തയും കുറച്ച് വിഷമങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ആഘോഷമൊന്നുമില്ല കേട്ടോ. ഞാൻ എല്ലാവരുടെ കൂടെയും എല്ലാവരുടെ കൂടെയും എനിക്കും ആഘോഷം ഉണ്ടെന്നുള്ള രീതിയിൽ ഞാൻ അഭിനയിച്ച് എല്ലാവരുടെ കൂടെ ഞാൻ അഭിനയിച്ച് നിൽക്കും. എനിക്ക് ആഘോഷമുണ്ട്, എനിക്ക് സന്തോഷമുണ്ട്. എല്ലാവരും സന്തോഷിക്കുന്ന കാണുമ്പം എൻ്റെ ഉള്ളിൽ നല്ല സന്തോഷമുണ്ട്. പക്ഷെ എനിക്കായിട്ടൊരു സന്തോഷം എനിക്കായിട്ട് എൻ്റെ ഉള്ളാൽ ഞാൻ ആഘോഷിച്ചിട്ടില്ല. അതിന് വേറെ ചില കാരണങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ആഘോഷിക്കാൻ പറ്റാത്തത്. അപ്പോൾ എന്താ പറയുക, അപ്പം നമുക്ക് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ഒന്നും തുറന്നു പറയാൻ പറ്റൂലല്ലോ. അത് ഏത് മനുഷ്യർക്കായാലും അവരുടേതായിട്ടുള്ളൊരു സീക്രട്ടൊക്കെ കാണും. അതുപോലെ എൻ്റെ മനസ്സിലും എനിക്ക് എല്ലാവരോടും പബ്ലിക്കായിട്ട് തുറന്നു പറയാൻ പറ്റാത്ത കുറച്ച് 1-2 കൂട്ടം കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ വലിയ ആഘോഷമൊന്നും എനിക്കിപ്പം 2020 മുതൽ ഞാൻ അങ്ങനെ ഒരാഘോഷങ്ങൾ ഞാൻ പറഞ്ഞില്ല, ആഘോഷിക്കും, എല്ലാവരുടെ കൂടെ നിന്ന് ഞാൻ ആളായിട്ട് നിൽക്കും. പക്ഷെ എൻ്റെ ഞാൻ ഉള്ളിൽ തട്ടി ആഘോഷിക്കണില്ല, അഭിനയിക്കും. എനിക്കും ആഘോഷം ഉണ്ടെന്നുള്ള രീതിയിൽ ഞാൻ അഭിനയിച്ച് നിന്ന് നിൽക്കാറുണ്ട്. എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും എല്ലാം നമുക്കിപ്പോൾ എല്ലാവരോടും പറയാൻ പറ്റൂല. അതുകൊണ്ട് എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളു. പിന്നെ എല്ലാവരും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുക, എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടൊക്കെ ഇരുന്ന് ക്രിസ്തുമസൊക്കെ ആഘോഷിക്കുക. പിന്നെ എല്ലാവരും വളരെ സേഫായിട്ടും കൂടെ ഇരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ആഘോഷങ്ങളൊക്കെ ഒരുപാട് ആപത്തുകളും വരുത്തി വെക്കുന്ന ഒരു സംഭവമാണ്. അപ്പം ആഘോഷങ്ങൾ ആഘോഷിക്കുമ്പോൾ അത് സേഫായിട്ട് കൂടി നിങ്ങൾ ആഘോഷിക്കണം. ഒരു അപകടങ്ങളും കൂടെ വരുത്തി വെക്കുന്നതാണ് ഈ ആഘോഷങ്ങൾ. സന്തോഷത്തിൻ്റെ ഇടയിൽ ദുഃഖം കൂടെ കൊണ്ടുവരുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും സേഫായിട്ട് തന്നെ ഇരിക്കണം, നല്ല ഹാപ്പി ആയിട്ടിരിക്കണം. എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് എല്ലാവർക്കും ഒരുപാട് നന്ദി, എന്നെ സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും. പിന്നെ ഒരുപാട് മോശം കമൻറ്റുകളൊക്കെ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. എന്നെ ഒരു മൃഗത്തിനോട് ഉപമിച്ച ഒരു കമൻ്റ് എന്നെ വല്ലാതെ വേദനിപ്പിച്ച്. ഞാൻ അങ്ങനെ ആണെന്ന്
അവർക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ എന്നെ ദൈവം സൃഷ്ടിച്ചത് ആ രൂപത്തിലായിരിക്കും. ആ മൃഗം മൃഗം എന്നതിനെ പറയാൻ പറ്റില്ല, ഒരു ജീവി. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ജീവിയാണ് എന്തായാലും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിനെ. എന്നുവെച്ചാൽ അത് എന്താ പറയുക, മരത്തേലൊക്കെ ചാടി ചാടി നടക്കുന്നതാണ്, അങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അപ്പോൾ അതിനോടാണ് എന്നെ ഉപമിച്ചത്. അതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു ജീവിയാണ്. അതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ അങ്ങനെ ആയാൽ തന്നെ അത് എൻ്റെ കുഞ്ഞുങ്ങളും എന്നെ സ്നേഹിക്കുന്ന ആൾക്കാരൊക്കെ അതങ്ങ് സഹിച്ചോളും. പിന്നെന്താണ് നിങ്ങളോടൊക്കെ പറയാനുള്ളത്? അപ്പം ആഘോഷങ്ങളൊക്കെ ആഘോഷിക്കാനുള്ളതിന് എല്ലാവരും ആഘോഷിക്കണം, സന്തോഷമായിട്ടൊക്കെ ആഘോഷിക്കണം, സേഫായിട്ടൊക്കെ ആഘോഷിക്കണം. പിന്നെ ഞാനിപ്പോൾ ആഘോഷങ്ങളൊക്കെ പല നാടുകളിലാണ് ആഘോഷം എന്ന് പറഞ്ഞാൽ ഒരേ ആഘോഷങ്ങൾ വരുമ്പോൾ ഒരേ നാട്ടിലാണ് ഞാൻ ആഘോഷിക്കണം എന്നല്ല, ഒരേ സ്ഥലത്തായിരിക്കും. ഒരേ നാട്ടിലെന്ന് വെച്ചാൽ ഇപ്പം കേരളത്തിൽ 14 ജില്ലയില്ലേ, ആ 14 ജില്ലയിൽ ഏതെങ്കിലും ഒരു ജില്ലയിലായിരിക്കും എൻ്റെ ഓരോ വർഷത്തെ ഓണവും വിഷുവും അല്ലെങ്കിൽ ക്രിസ്തുമസും ഒക്കെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പം ഈ വർഷം ഞാൻ കായംകുളത്താണ് ആഘോഷിക്കുന്നത്. കായംകുളം ജില്ലയിലാണ്. ആലപ്പുഴ ജില്ല. കായംകുളം എന്ന് പറഞ്ഞാൽ ആലപ്പുഴ ജില്ലയാണല്ലോ. അപ്പോൾ ഈ വർഷം ഞാൻ ആലപ്പുഴ ജില്ലയിലാണ് ആഘോഷിക്കുന്നത്. കഴിഞ്ഞ വർഷം ഞാൻ പത്തനംതിട്ട ജില്ലയിലാണ് ക്രിസ്തുമസ് ഞാൻ ഉണ്ടായിരുന്നത്. ഇനി അടുത്ത വർഷം എവിടെ ഇരിക്കുമോ, എങ്ങനെ ഇരിക്കുമോ, ഭൂമിയിൽ തന്നെ കാണുമോ, ഭൂമിക്കടിയിലാവുമോ ഒന്നും അറിയില്ല. എല്ലാം ഇഷ്ടം മാതിരി നടക്കട്ടെ. പിന്നെ നമ്മളത് പത്തനംതിട്ടയിലേ പിന്നെ ഈ ക്രിസ്തുമസിന് ഭയങ്കര ആഘോഷമാണ് കേട്ടോ. പത്തനംതിട്ടക്കാരൊക്കെ കാണുവാണെങ്കിൽ അവർക്കൊക്കെ, പത്തനംതിട്ടക്കാർ വല്ലവരും കാണുമെന്ന് എനിക്കറിയില്ല. ഭയങ്കര ആഘോഷമുള്ളൊരു സ്ഥലമാണ് പത്തനംതിട്ട. ക്രിസ്തുമസ് ഭയങ്കര ആഘോഷമെന്ന് വെച്ചാൽ അവിടെ ഒരു റാലിയുണ്ട്, ക്രിസ്തുമസിൻ്റെ ഒരു റാലി. ആ റാലി ഒന്ന് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. അത് കണ്ടിട്ടുള്ളവർക്കറിയാം. ചിലപ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റയിലോ യൂട്യൂബിലോ ഒക്കെ ആരെങ്കിലും എടുത്ത് ഇടുവാണെങ്കിൽ എല്ലാവർക്കും കാണാൻ പറ്റും. അത് നേരി കാണണം. ഭയങ്കര ഒരു ആഘോഷമുള്ളൊരു സംഭവം തന്നെയാണ്. എന്ന് വെച്ചാൽ അതുപോലെ അതുപോലെ ആഘോഷമാണ്. എന്ന് വെച്ചാൽ അത്രയ്ക്ക് നമുക്ക് കണ്ട് മതിയാവത്തില്ല. അതെല്ലാ വർഷവും നമ്മൾ കണ്ടാലും നമുക്ക് കണ്ട് മതിയാവാത്തൊരു ആഘോഷമാണ്. അപ്പം അത് കാണാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. ഈ വർഷം എനിക്ക് കാണാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര വിഷമമാണ്. അത് മിസ്സാവുന്നത് നമുക്ക് വർഷത്തിൽ ഒരു ദിവസം കിട്ടുന്ന ഒരു കാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ അത് മിസ്സാവുന്നത് വളരെ വിഷമമുണ്ട്. എന്നാലും ഇപ്പം നമ്മൾ ഒരു ദിവസത്തേക്ക് വേണ്ടി നമ്മൾ ജോലിയിൽ നിന്ന് ലീവ് എടുക്കണം, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് ഞാനതൊക്കെ മിസ് ചെയ്യാണ്. സാരമില്ല, ദൈവം അടുത്ത വർഷം എന്നൊക്കെ ആയുസുണ്ടെങ്കിൽ അടുത്ത വർഷം ഞാൻ കാണുമെന്ന് കാണുമെന്ന് എൻ്റെ മനസ്സിലൊരു തോന്നല്. നിങ്ങളവർക്ക് ഞാൻ എന്തൊക്കെ പൊട്ടത്തരങ്ങളാണ് ഞാൻ പറയുന്നേ എന്നൊക്കെ വിചാരിക്കുമല്ലേ. പൊട്ടത്തരങ്ങളല്ല. എനിക്കൊന്നാമത് സംസാരിക്കാൻ അറിഞ്ഞൂടാ കേട്ടോ. ഞാൻ കൂടുതൽ സംസാരിക്കാൻ അറിയാത്ത ഒരാളാണ്. എനിക്ക് ആധികാരികമായിട്ടൊന്നും പറയാനും എങ്ങനെ മസിൽ പിടിച്ചിരുന്ന് പറയാനും ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് അറിയുന്ന രീതിയിലാണ് ഞാൻ സംസാരിക്കുന്നത്. പിന്നെ എനിക്ക് ഒരുപാട് കമൻറ്റുകൾ വന്നു. കഴിഞ്ഞ 2 വീഡിയോയിൽ ഞാൻ പറഞ്ഞൊന്നും ആർക്കും മനസ്സിലായിട്ടില്ലെന്ന്. നിങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ മനസ്സിലാക്കിക്കോ. എനിക്കിത് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുള്ളൂ. ഇത് വേറെ ധിക്കാരം കൊണ്ടോ ഒന്നും പറയുന്നതല്ല. എനിക്ക് ഞാൻ ഒരടുക്കും ചിട്ടയുണ്ടല്ലോ, അതെനിക്ക് പറ്റണില്ല. വർത്താനം പറയാൻ സംസാരിക്കണേൽ അങ്ങനെ അടുക്കും ചിട്ട എനിക്ക് പറ്റണില്ല. എത്ര ശ്രമിച്ചിട്ട് ഞാൻ ആ വിഷയത്തിൽ നിന്ന് തെന്നി മാറി അടുത്ത വിഷയത്തിലേക്ക് വരുന്നുണ്ട്. അതാണ് നിങ്ങൾക്ക് മനസ്സിലാവണില്ല എന്ന് പറയുന്ന കാര്യമൊന്നും എനിക്ക് മനസ്സിലായി. ഞാനൊരു വിഷയത്തിൽ നിന്ന് പെട്ടെന്ന് തന്നെ മാറി അടുത്ത വിഷയത്തിലേക്ക് പോവുകയാണ്. അത് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയം എനിക്ക് ഫിനിഷ് ആക്കാൻ പറ്റണില്ല. അപ്പം മനസ്സിൽ പെട്ടെന്ന് മറ്റേ വിഷയം കയറി വരും. അപ്പം ഈ വിഷയം വിട്ടിട്ട് മറ്റേ വിഷയത്തിലേക്ക് പോവുകയാണ്. അതൊക്കെയാണ് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞത് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്കത് മനസ്സിലാവുന്നുണ്ട്. എന്തായാലും ഞാൻ ഇനി കഴിയുന്നതും അങ്ങനെ തന്നെ നോക്കി ഒരു കാര്യം പറഞ്ഞിട്ട് അടുത്ത കാര്യം പറയാനായിട്ട് ശ്രമിക്കാം. അപ്പം എല്ലാവരും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ക്രിസ്തുമസ് ആശംസകൾ കേട്ടോ. അപ്പോൾ എൻ്റെ കുഞ്ഞു വീഡിയോ ആണ്. എല്ലാവരും വീഡിയോ കാണുക, മാക്സിമം സപ്പോർട്ട് ചെയ്യണം.
ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബ് തീർച്ചയായിട്ടും ചെയ്യണം കേട്ടോ. ഇതുവരെ നിങ്ങൾ ചെയ്തു, ഇനിയും അങ്ങോട്ട് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ ജോലിയൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട്, സന്തോഷമായിട്ട് പോകുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ദൈവകൃപയാൽ കുഴപ്പമൊന്നും ഇല്ലാതെ പോകുന്നു. അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ.